വളരെ ഒരു കളർ ഇല്ലാത്ത ഒരു കുട്ടി ഒരു വലിയൊരു കുട്ടി അതിന് സ്ക്വയർ ഡിസൈൻ ബ്ലൂ കളറിൽ എടുത്തു കൊടുത്തു. അതാണ് എന്റെ മന്ത്രം ഓടിന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ വന്നിട്ട് പറഞ്ഞു, വൈ ഡു വോണ്ട് ടു സ്റ്റിക്ക് ഓൺ ടു ബ്ലൂ, വൈ ഡോണ്ട് യു ഓൾസോ ലുക്ക് ഇൻ ടു അതർ കളേഴ്സ്. ഞാൻ പറഞ്ഞത് പരമ കുറ്റം. ബിക്കോസ് ദാറ്റ്സ് ഫാക്ട്. ഇത്രയും മണ്ണുള്ള ഒരു കുട്ടിക്ക്, വളരെ നിറം കുറഞ്ഞ ഒരു കുട്ടിക്ക് ബ്ലൂവും വലിയ സ്ക്വയറുള്ള ഡിസൈനും വേണ്ട, ആവശ്യമില്ല. ഒരുപാട് നന്നായിരിക്കും ആ കുട്ടി വേറെ എന്തെങ്കിലും ഉടുത്താ. ഫസ്റ്റ് കറുത്തതെന്ന് പറയാൻ വരികയായിരുന്നു. വളരെ ഒരു പിന്നീട് അത് നൈസായിട്ട് മാറ്റി കളർ കുറഞ്ഞതെന്ന് ആക്കി പറഞ്ഞതാണ്. കളറില്ലാത്ത. സോ ടെക്നിക്കലി സ്കിന്നിന് കളർ തരുന്നത് മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ്. മെലാനിൻ ലെവൽ വെച്ചിട്ട് കളർ കൂടുക എന്ന് പറയുന്നത് ഡീപ്പ് ഡാർക്ക് സ്കിന്നാണ്. ആൻഡ് ആ ഒരു സ്കെയിലിൽ കളർ കുറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ പെയിൽ സ്കിന്നൊക്കെയാണ് ലാസ്റ്റ് ആ ഒരു കളർ കുറഞ്ഞ ഇതിലേക്ക് വരുന്നത്. ആൻഡ് ഗൂഗിളിൽ ലോ സ്കിൻ കളർ ടോൺ എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കളറാണ് കാണാൻ സാധിക്കുന്നത്. മെലാനിന്റെ ഡെഫിഷ്യൻസിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോ കളർ കുറഞ്ഞത് എന്ന് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫെയർനെസ് കുറവ് എന്നാണ്. സ്കിന്നിൽ കളർ എന്ന് പറയുന്നത് ഫെയർനെസ് മാത്രമാണ്. ഫെയർനെസ് കുറഞ്ഞ ഏത് സ്കിൻ ടോണുകൾ വന്നാലും അതെല്ലാം കളർ കുറവ് എന്ന് ഇക്വേറ്റ് ചെയ്യുന്ന ഈ ഒരു മെന്റാലിറ്റി, ഇക്വേറ്റിംഗ് കളർ വിത്ത് ഫെയർനെസ്. ടെക്നിക്കലി ഇത് ഇൻകറക്റ്റ് ആണ്. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കിയാൽ ഇതെല്ലാം കൊളോണിയലിസത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ബ്രിട്ടീഷേഴ്സ് ഇവിടെ കടന്നു വന്നിട്ട് കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ കളർ, അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ് ഇതെല്ലാം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ഒരു യൂറോ സെൻട്രിസത്തിന്റെ ഇന്നും കളറിനെ ഫെയർനെസ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനുള്ള ഈ ഒരു അവിഞ്ഞ മെന്റാലിറ്റി കടന്നു വരുന്നത് അപ്പോഴും വൺസ് കോളനൈസ് ചെയ്തിരുന്ന ആളുകളെ ഹൈ പെഡസ്റ്റലിൽ വെച്ചിട്ട് അവരെ വർഷിപ്പ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ദാറ്റ്സ് ഫാക്ട്. അത്രയും മണ്ണുള്ള ഒരു കുട്ടിക്ക്, നിറം കുറഞ്ഞൊരു കുട്ടിക്ക് ബ്ലൂവും വലിയ സ്ക്വയറുള്ള ഡിസൈനും വേണ്ട. സോ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തന്നെ ആക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സിനെ അവരുടെ പ്രൊഫഷണലിലെ റൈറ്റും റോങ്ങുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നു? ആൻഡ് എബോ ഓൾ ഒരു വ്യക്തി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അത് ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ ചോയ്സ് ആണ്. എന്തിനേക്കാട്ടിലും മുകളിൽ നിൽക്കുന്നതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ്. ബിക്കോസ് ബ്യൂട്ടി ഈസ് ഹൈലി സബ്ജക്റ്റീവ്. അത് ധരിക്കുന്ന കുട്ടിക്ക് ഇണങ്ങും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് ആ ഡ്രസ് അവർക്ക് സ്യൂട്ടബിൾ ആണ്. അൾട്ടിമേറ്റ്ലി അത് ധരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അവർക്ക് ചേരുന്നോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്.